നെഹക്കി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് കേട്ടോ. കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ കാണണ്ടേ? അപ്പോൾ കുഞ്ഞടുക്കളയിൽ ഇന്ന് അടിപൊളി റെസിപ്പി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയണ്ടേ? കുറുകിയ ചാറോടുകൂടിയുള്ള ചിക്കൻ കറി റെസിപ്പി ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പിന്നെ മുട്ടക്കറി, പിന്നെ ചട്ടിപ്പത്തിരി, ഉമ്മയുടെ സ്പെഷ്യലായ ചട്ടിപ്പത്തിരി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അങ്ങനെ രാവിലത്തേന് ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പിന്നെ മുട്ട പുഴുങ്ങാൻ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ മുട്ട റോസ്റ്റിനുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ മുട്ട പുഴുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പത്തിരി ഉണ്ടാക്കണ്ടേ? പത്തിരി ഇല്ലാതെ എന്താഘോഷമല്ലേ. ഇന്നത്തെ ദിവസം പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും ഇട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പിന്നെ മുട്ട റോസ്റ്റാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ മസാല അങ്ങോട്ട് സെറ്റായി വന്നപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കറിവേപ്പില അങ്ങോട്ട് തൂകിങ്ങായിട്ട് ഇനി അടുത്തതായി നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കിയ ശേഷം മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കിട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വളരെ രുചികരമായ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ പൊടി വാട്ടിയത് ഒരു താലത്തിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടോ. കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കുഴച്ചാൽ നല്ല സോഫ്റ്റായ രീതിയിലുള്ള പത്തിരി റെഡിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ പ്രസ്സിൽ വെച്ച് പത്തിരി പെരത്തിയെടുത്തു കേട്ടോ. അങ്ങനെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്ത് പാൻ നല്ലപോലെ അങ്ങോട്ട് ചൂടായ ശേഷം പത്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. നല്ല സോഫ്റ്റായ പത്തിരിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാടൻ രീതിയിലുള്ള പത്തിരി കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? വളരെയധികം സപ്പോർട്ട് കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാനും ചാനലുമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. വ്യൂസും ലൈക്കും കമൻറ്റും വളരെയധികം കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയോടൊപ്പം മുട്ട റോസ്റ്റുമാണ്. അങ്ങനത്തെ പത്തിരി അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ചാനൽ ഉഷാറായി പോകുന്നില്ലേ? എൻ്റെ ചാനൽ വളരെയധികം ഉഷാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ അങ്ങോട്ട് ഉഷാറായി പോകും കേട്ടോ. അങ്ങനെ പത്തിരി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ പത്തിരി സെറ്റായിട്ടോ. ഇനി ഞാനൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഉമ്മയുടെ ചട്ടിപ്പത്തിരി. അതിന് റെസിപ്പി എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചട്ടിപ്പത്തിരി കേട്ടോ. അങ്ങനെ പത്തിരി എല്ലാം ചുട്ടെടുത്ത ശേഷം ഇനി അടുത്തതായി ചിക്കൻ കറി വയ്ക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ചിക്കൻ എത്തിയത് കേട്ടോ. അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് കഴുകി സെറ്റാക്കണം. എന്നും അങ്ങനെ ചിക്കനൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ 2 പേരും ഓടി വന്നിട്ടോ. ഉമ്മ, ഇന്ന് ചിക്കൻ എന്താ വാങ്ങിക്കാത്തത്? നിങ്ങൾ എന്തെന്ന് ചിക്കൻ വാങ്ങിച്ചൂടെ? ഇന്ന് പത്തിരി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഇല്ലെങ്കിൽ എന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലമ്മ പത്തിരി തിന്നുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ കുശലങ്ങനെ പിറുപിറുത്തിങ്ങനെ ഇരിക്കും കേട്ടോ. കുശലം പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മോൻ്റെ ആഗ്രഹമല്ലേ, മക്കളുടെ ആഗ്രഹമല്ലേ, അങ്ങനെ നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ ചൂടായ ശേഷം ചെറുള്ളിക്കുട്ടനെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളിക്കുട്ടനെയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. 2 തക്കാളിയാണ് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം
ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിൽ അടിച്ചെടുത്ത് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ ചിക്കൻ കറി സെറ്റാക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ വഴറ്റിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായ ശേഷം നമ്മുടെ സബോള കുട്ടനരിഞ്ഞതും ഇഞ്ചി പേസ്റ്റും പച്ചമുളകും പാകത്തിന് അങ്ങോട്ട് ചേർത്തും കയറ്റി നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം തീ കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാവുന്നതാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട ശേഷം നല്ലപോലെ അങ്ങോട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കണം കേട്ടോ. അതിന് ശേഷം ചെറുള്ളിയും തക്കാളിയും നല്ലപോലെ വഴറ്റിയെടുത്ത് ചൂടാറാൻ വെച്ചില്ലേ, അത് മിക്സിയിലടിച്ച് സെറ്റാക്കിയതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെറുള്ളിയും തക്കാളിയും നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തതല്ലേ, അപ്പോൾ ഒന്ന് ചൂടായാൽ മാത്രം മതിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നല്ലപോലെ അങ്ങോട്ട് യോജിപ്പിച്ച ശേഷം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കണം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ വേണം ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അങ്ങനെ ഇതേ രീതിയിൽ സെറ്റാക്കിയ ശേഷം മൂടി വയ്ക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി സെറ്റായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം കറി മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കയറ്റി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടി മൂടി വയ്ക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ചിക്കൻ കറിയിൽ കറി മസാലപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും നല്ലപോലെ അങ്ങോട്ട് യോജിപ്പിച്ച് കിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മുടെ രുചികരമായ കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി സെറ്റായി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇത്രയുള്ള എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാനും ചാനലൊക്കെ ഒന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.